പഹൽഗാം ഇഷ്യൂവില് ഇന്ത്യ എന്ത് നടപടി ചെയ്യുന്നു എന്ന് പലർക്കും ആകാംക്ഷയാണ്. പക്ഷേ ഇന്ത്യ നടപടിയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പല പ്രശ്നങ്ങൾക്കും പലരും ഇന്ത്യയുടെ മധ്യസ്ഥം തേടുന്നുമുണ്ട്. ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും ഇന്ത്യയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും എല്ലാവർക്കും അറിയാം. ഇന്ത്യ 10-75 വർഷം കൊണ്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം. അതിൽ നിന്ന് ഇന്ത്യക്ക് പിന്നോട്ട് മാറാൻ കഴിയില്ല. ഇന്ത്യയുടെ സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ വളരെ കരുതലോട് വേണം ഈ കാര്യത്തിലോട്ട് പോകാൻ. എടുത്തു ചാടി ഇന്ത്യ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ലോകത്തിന് മാതൃക കാണിക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. അത് തന്നെയല്ല, പാകിസ്ഥാനും മറ്റവരും കാണിക്കുന്ന പോലെ നമുക്ക് എടുത്തു ചാടി അവരുടെ രാജ്യത്തോട് കടന്നു കയറിയ ആക്രമണമൊന്നും ഇന്ത്യക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം പല ഇഷ്യൂവിലും ഇന്ത്യയുടെ നിലപാടും രഹസ്യമായിട്ട് അവർ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് മറ്റു രാഷ്ട്രങ്ങൾ കാണിക്കുന്ന പോലെ ഒരു എടുത്തുചാടിയുള്ള ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ വളരെ കോഷ്യസ് ആയിട്ട് വളരെ പതുക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് പാകിസ്ഥാനെ ക്രഷ് ചെയ്തേ പറ്റുള്ളൂ. അത് സൈനിക ബലം കൊണ്ട് ഒറ്റയടിക്ക് തീർത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 75 വർഷത്തെ നമ്മുടെ ഇമേജും നമ്മുടെ സൈനിക ശക്തിക്കൊക്കെ ക്ഷതമുണ്ടാവും, നമ്മുടെ സാമ്പത്തിക ശക്തിക്ക് ക്ഷതമുണ്ടാവും. ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ്. സാമ്പത്തിക ശക്തി മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ ഉടൻ വരും. നമ്മുടെ വരുമാനം നോക്കി അറിയാം. ഇന്ത്യയിലെ പാവങ്ങൾ ഇനിയും ധാരാളം പേര് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റിലുള്ള വളരെയധികം ആൾക്കാർക്കുള്ള ആ പുരോഗമനം അത് നമ്മൾ മറന്നു പോകരുത്. അതിനൊരു ക്ഷതം ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാനിൽ അവരുടെ അവസ്ഥ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച അതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാടും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും ഒക്കെ വളരെ വ്യക്തമാണ്. അതേ സമയത്ത് നമുക്ക് പാകിസ്ഥാനിലെ ഇവിടെ വന്ന് ആക്രമിച്ച ആ ഭീകരരെയും പാകിസ്ഥാനിലെ സൈനിക മേധാവികളെയും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ വേവലാതിപ്പെട്ട് ഓട്ടം തുടങ്ങിയിരിക്കുന്നത്. കാരണം 3-4 ദിവസത്തെ കൂടുതൽ ഒരു യുദ്ധം ചെയ്യാനുള്ള കഴിവ് പാകിസ്ഥാനില്ല. അതുകൊണ്ടാണ് അവർ ആണവശക്തി അല്ല ആണവപരമായ ആക്രമണം നടത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. അതിനൊക്കെ ഇന്ത്യ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ശക്തി ഇന്ത്യ പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു ആണവത്തിൻ്റെ ഒരു ആയുധം പാകിസ്ഥാനിൽ വിട്ടാൽ അവർ അനുഭവിക്കുകയുള്ളൂ. അതേസമയത്ത് അവർ വിട്ടുകഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ആ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ആ ബോംബിനെ തകർക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. അതിലോട്ടൊക്കെ ഇന്ത്യ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയുടെ ഒപ്പം തന്നെ ചന്ദ്രനിലേക്ക് അതേ രീതിയിൽ നമ്മളും ശാസ്ത്രീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്ക് സാമ്പത്തികം ഒരു പിന്നോട്ടടി സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആൾക്കാരെ ക്ഷമയോടെ ഇരിക്കണം. ശത്രുവിനെ പതുക്കെ നമ്മൾ തിന്നുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ നമ്മൾ ആലോചിച്ചു, അവരെ സാമ്പത്തികമായി തകർക്കാൻ തന്നെയാണ്. സാമ്പത്തികമായി നടുവൊടിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവിടെ ജനാധിപത്യമില്ല. ഇന്ത്യയിൽ നിന്ന് അവർ വേർതിരിഞ്ഞു പോയ ശേഷം ഇന്ന് വരെ ജനാധിപത്യപരമായ ഒരു അവിടെ പട്ടാള ഭരണം തന്നെയാണ്. അതിൻ്റെ ജനാധിപത്യപരമായ ഇലക്ഷനൊക്കെ ഉണ്ടെങ്കിലും തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ പട്ടാളം പറയുന്ന പോലെ കേൾക്കാൻ കഴിയുള്ളൂ. അവിടുത്തെ സൈനിക മേധാവികളും ലഷ്കർ ഇ തോയ്ബയും ചേർന്ന് ഓപ്പറേറ്റ് ചെയ്ത ഒരു സംഭവം തന്നെയാണ് പഹൽഗാം. കാരണം അവിടുത്തെ രാഷ്ട്രീയപരമായി അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയെ കൂടെ ഓരോ സംഭവങ്ങളുണ്ടാക്കി രാഷ്ട്രീയപരമായി തന്നെ അത് വിളിച്ചു പറഞ്ഞ് തങ്ങൾ സൈനികമായി ഇന്ത്യയിലും മുമ്പിലാണ്, അവരിലും വലിയ മേധാവികളാണ്, നമുക്ക് ബോംബുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീരവാദം ഇവിടെ അടിക്കും. പക്ഷേ അവർക്ക് തന്നെ അറിയാം ഇന്ത്യയോട് കളിച്ചാൽ സംഗതി പാളുവെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം എന്താണ്, എങ്ങനെയാണ് എന്ന് ആർക്കും അറിയില്ല. പാശ്ചാത്യ രാജ്യങ്ങൾക്കും അറിഞ്ഞുകൂടാ,
അതുപോലെ പാകിസ്ഥാനും അറിഞ്ഞുകൂടാ. നമ്മളുടെ പ്രവൃത്തിയുടെ മെച്ചം കൊണ്ട് തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരേപോലെ നിന്നവരാണ്. അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ അവരെ സഹായിച്ചു. വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രം പാകിസ്ഥാന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഡെഡ്ലി അഗൻസ്റ്റ് ആണ്. അതെന്താണ് അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? പാകിസ്ഥാനിലെ മുസ്ലിം വേദപഠന വേദപഠന മേഖലയിൽ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ മുഴുവൻ ഇന്നത്തെ അവിടുത്തെ മതമേധാവികളെല്ലാം ഇവിടെ വന്ന് പഠിച്ചു പോയവരൊക്കെ തന്നെ. പക്ഷേ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കൃത്യം അറിയാം. പാകിസ്ഥാനിലെ കാശ്മീരിലെ തീവ്രവാദികളെ അയച്ച് ഇന്ത്യയിൽ ആക്രമിച്ചതിനെ പറ്റി ആ സംഭവം വെളി വന്നപ്പം തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രി മൗലവി അമീർ ഖാൻ മുത്താഖി ഉടൻ തന്നെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്ത വന്നു. നമ്മളെ തന്നെ അത് അതിശയിപ്പിച്ചു പോയി. പക്ഷേ അതിൻ്റെ കാരണം നമുക്കറിയാം എങ്ങനെയാണ് താലിബാൻ, ലോകം ഇന്നുവരെ അംഗീകരിക്കാത്ത ഒരു ഭരണ നേതൃത്വം തന്നെയാണ് താലിബാനുള്ളത്. പക്ഷേ താലിബാന്റെ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ കണ്ടപ്പം ഇന്ത്യ $3 ബില്യൺ സഹായം അവിടെ എത്തിച്ചു കഴിഞ്ഞു. ഏകദേശം 500ഓളം അവരുടെ പദ്ധതികൾക്ക്, അവിടെ ഡാം പണിയുന്നത്, റോഡ് പണിയുന്നത്, ചെക്ക് ഡാം പറയുന്നത്, കൺസ്ട്രക്ഷൻ നടത്തുന്നത്, എല്ലായിടത്തും 500ഓളം പദ്ധതികൾക്ക് നമ്മൾ സഹായം കൊടുക്കുകയാണ്. പക്ഷെ ആ രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ 1973 ഇന്ത്യ അംഗീകരിച്ചിരിക്കുക അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെയാണ്. അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന്റെ അവിടെ താലിബാന്റെ അതുപോലെ രാജ്യത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കാനും പല മതമേധാവികളും പല രീതിയിലുള്ള സംഘടന അവിടെ നടത്തി. 2000 മുതൽ 2021 വരെ അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റിനെ യൂറോപ്യൻ നാറ്റോയും അതുപോലെ അമേരിക്കയും അവരെ താങ്ങി അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. അഫ്ഗാനിസ്ഥാനിലെ വളരെ പ്രശസ്തമായ പല സംഭവങ്ങളും ലോകത്തിന് സംഭാവന ചെയ്തൊരു രാജ്യം തന്നെയാണ്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ ഗ്രീക്ക് ആക്രമണം അവിടെ ഉണ്ടായിട്ടുണ്ട്, പേർഷ്യൻ ആക്രമണം, റോമൻസ് ആക്രമണം, അറബ് മംഗോളിയൻ ആക്രമണമൊക്കെ അഫ്ഗാനിസ്ഥാനിലുണ്ടായി. ബ്രിട്ടീഷുകാരും അവസാനം ബ്രിട്ടീഷും അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനൊക്കെ അവിടെ ആധിപത്യം സ്ഥാപിച്ചു. അവസാനം അമേരിക്കയും നാറ്റോയും മാത്രമായി അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെ തകർക്കാൻ, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ അത് ആ താലിബാന്റെ അക്രമം മൂലം അത് അവിടുത്തെ ഗവൺമെന്റ് നിലംപൊത്തി. അമേരിക്ക 2021 നാറ്റോയും അവിടെ വിട്ടുപോയി. തോറ്റു തുന്നമ്പാടി എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ പിൻവാങ്ങേണ്ടി വന്നു. 20 വർഷത്തോളം യുദ്ധം ചെയ്തിട്ട് എങ്ങും എത്താൻ പറ്റില്ല. താലിബാൻ അതിശക്തമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ താലിബാന്റെ ഇപ്പോഴത്തെ പ്രശ്നം അവർ പാകിസ്ഥാന് എതിരാണ്. അതിൻ്റെ കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഉള്ള അതിർത്തിയിലെ അവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. 30 ലക്ഷം അഭയാർത്ഥികൾ അവിടെ കിടക്കുകയാണ്. UN ഏകദേശം 10 ലക്ഷം പേർക്ക് അവിടെ ഉള്ള സംരക്ഷണം നടത്തുന്നുണ്ട്. 30 ലക്ഷം അഭയാർത്ഥികൾ പാകിസ്ഥാന്റെ ആ ഏരിയയിൽ ആ യുദ്ധകാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധസമയത്ത് വന്നു കയറിയവരെല്ലാം കൂടെ 30 ലക്ഷം പേര് പാകിസ്ഥാൻ മണ്ണിൽ കിടക്കുകയാണ്. ആ നമ്മുടെ ഇപ്പോഴത്തെ പഹൽഗാമിലെ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് ആ 30 ലക്ഷം ജനങ്ങളെ അടിച്ചു പുറത്താക്കി അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ. അവിടെയാണ് നമുക്കൊരു സംശയം. ഇവിടെ ഇന്ത്യയിൽ അവർ കൃത്യമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് 30 ലക്ഷത്തോളം വരുന്ന അവിടുത്തെ അഫ്ഗാൻകാരെ അവിടുന്ന് അടിച്ചോടിച്ചു. 3 ഘട്ടങ്ങളായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. UN പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം പേർക്ക് UN ആവശ്യമായ ഫുഡും വെള്ളവും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന അത് ഏകദേശം 30 ലക്ഷത്തോളം ജനങ്ങളുണ്ടായിരുന്നു. അവരെ പുറത്താക്കി കഴിഞ്ഞു. നമ്മുടെ ആക്രമണത്തിൽ 22-ാം തീയതിയുള്ള ആക്രമണത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് അത് ചെയ്തത്. ഇറാനിലും അതുപോലെ ഇറാനിൽ നിന്ന് പുറത്താക്കിയ അതിൻ്റെ അതിർത്തിയിലെ 10 ലക്ഷം പേര് UN സംരക്ഷണയിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പം അവിടെ താലിബാന്റെ ഐഡിയോളജിയിലെ ഒരു രാഷ്ട്രം ഇന്ന് വരെ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടുള്ളൂ. താലിബാനെ ഇന്ന് ഒരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യയും അംഗീകരിച്ചിട്ടില്ല. അവരെ ഐഡിയോളജി എന്ന് പറഞ്ഞ ഒരു ബ്ലെൻഡ് ഐഡിയോളജിയാണ്. താലിബാനെ അവർ
ഷെറിയ മുസ്ലിം പ്ലസ് അവരുടെ പാസ്തൂൺ എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഉണ്ട്. ആ പ്രൊവിൻസും കൂടെ ചേർന്ന് ഒരു പ്രത്യേക ശരീഅത്ത് നിയമത്തിൻ്റെ അധിഷ്ഠിതമായി കിടക്കുന്ന ഒരു ഭരണം ആണ് അവർ കാക്ഷിക്കുന്നത്. അതേസമയത്ത് പഷ്തൂൻ്റെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും കിടക്കുന്ന ആ പഷ്തൂൺ പ്രൊവിൻഷ്യ അതിൻ്റെ നേർപകുതി അഫ്ഗാനിസ്ഥാനിലും നേർപകുതി പാകിസ്ഥാനിലും കിടക്കുകയാണ്. അവരുടെ ഐഡിയോളജി അനുസരിച്ച് ലോകത്തിലെ ഒരു ഇസ്ലാമിക് രാഷ്ട്രം വേണം അവർക്ക്, താലിബാൻ്റെ. ആ ഇസ്ലാമിക് ശരീഅത്തിൽ ലോഹിക്കാത്ത തന്നെ വരണം. പാശ്ചാത്യമായ ഒരു കാര്യങ്ങളും അങ്ങോട്ട് വരാൻ പാടില്ല. കാരണം അവിടുത്തെ മുസ്ലിം പെൺകുട്ടികളൊക്കെ മുഖം മൂടി നടക്കണമെന്നും അവർ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല എന്നും അങ്ങനെയൊക്കെയുള്ള അവരാരും യൂട്യൂബ് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ധാരാളം നിയമങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ അതിജീവിച്ച് അവിടുത്തെ സ്ത്രീകളും അവിടുത്തെ ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അവരുടെ ശരീഅത്ത് നിയമം അങ്ങനെയാണ്. അങ്ങനെയുള്ള പാശ്ചാത്യരുടെ ഒരു സംസ്കാരവും അങ്ങോട്ട് വരാത്ത രീതിയിലുള്ള ഒരു ഇസ്ലാമിക് രാഷ്ട്രം വേണമെന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇന്നും കരുതുന്നത്. പാകിസ്ഥാനിലെ പല കാര്യങ്ങളും അവർ കണ്ട് മടുത്ത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രമല്ല അവർ കാക്ഷിക്കുന്നത്. അതേസമയത്ത് താലിബാൻ അവിടെ പുരോഗതി വേണം. ഇന്ത്യ നൽകുന്ന ആ സഹായങ്ങൾ അവരെ വിലമതിക്കുന്നു. ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു താലിബാൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലോകത്ത് കുറേ വർഷങ്ങൾക്കുള്ളിൽ ലഭിക്കുകയുള്ളൂ എന്നൊരു ചിന്തയും അവർക്കുണ്ട്. അവരുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മുള്ള മുഹമ്മദ് ഹസൻ അഗന്തു, അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് സമയത്തും അവിടെ പ്രൈം മിനിസ്റ്ററൊക്കെ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ താലിബാൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് അദ്ദേഹം ചേർന്നിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഭരണകൂടം അവിടെ നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം വേണം. കാരണം അമേരിക്കയും നാറ്റോയും തോറ്റുപോയവരാണ്. ഇപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഗവൺമെൻറ്, അവർ ആ രാഷ്ട്രം വിട്ടതിൻ്റെ 7-ാം ദിവസം തന്നെ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി എന്നുള്ളതാണ്. 7 ദിവസം കൊണ്ടതിനകം അവർ ഒരു താലിബാൻ ഗവൺമെൻറ് വന്നു. അവർക്ക് മുന്നോട്ട് പോകണം. ഇന്ത്യ പോലെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾ പോലെ പുരോഗതിയിലോട്ട് വരണം. വർഷങ്ങളോളം എടുക്കുമെങ്കിലും എല്ലാവരുടെയും സഹായം വേണ്ടും. അതുകൊണ്ട് അവർ പാകിസ്ഥാന് എതിരാണ്, അവരുടെ പ്രവർത്തികളോട് എതിരാണ്. അത് മുസ്ലിം മതത്തിന് യോജിച്ച രീതിയിലൊരു പ്രവർത്തനമല്ല പാകിസ്ഥാനിൽ നടക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ പഹൽഗാമിലെ ആക്രമണത്തിന് അവർ എതിര് പറഞ്ഞു. പാകിസ്ഥാൻ അത് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു. ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസിക്കും അവിടെ തീർച്ചയായിട്ടും എല്ലാ സംരക്ഷണവും ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഉള്ള അഫ്ഗാനിസ്ഥാൻകാർക്ക് ഒരു അഫ്ഗാൻ ഐഡൻറ്റി കാർഡാണ് അവർ കൊടുക്കുന്നത്. കാരണം അവിടെ അവർ മെർജ് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയപരമായ മുന്നേറ്റം ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അംഗീകാരമുണ്ട്. മിതമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചോളൂ എന്നുള്ള രീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ പറയുന്നത്. കാരണം അവിടെ 2000 മുതൽ ഇന്ത്യയുടെ ബോംബെയിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിലെ തീവ്രവാദികളെ വിട്ട് ഇന്ത്യക്കാരെ കൊല്ലുന്നത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പ്രതികാരം എന്ന് പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ശക്തി ആരാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. അവരെ കൊന്നെടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെ തന്ത്രങ്ങൾ വളരെ ഗോപ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യമായി വെള്ളത്തിൽ നമ്മൾ തൊട്ടു. അവരെ സാമ്പത്തികമായി അവരെ തകർക്കും, അവരെ പാകിസ്ഥാൻ വിഷമിക്കും എന്ന്. അത് തന്നെയല്ല, കൃത്യമായി പാകിസ്ഥാനിൽ നിന്ന് ആരാണ്, ഏത് പട്ടാള മേധാവി ആയാലും ശരി, ആരായാലും ശരി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ബ്രെയിൻ അത് തീർച്ചയായിട്ടും അത് മിസൈൽ തന്നെ കറക്റ്റ് അവിടെ പോവും. അവിടെ ആളെ മാത്രം തട്ടിയിട്ട് മടങ്ങി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളൊരു നീക്കം തന്നെയാണ് വരാൻ പോകുന്നത്. പാകിസ്ഥാനെ നശിപ്പിക്കത്തില്ല, അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കത്തില്ല. കാരണം ഇന്ത്യയുടെ പോളിസി ലോകരാഷ്ട്രങ്ങൾക്കറിയാം. നമ്മൾ അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ എടുത്തു ചാടി പോകാൻ പാടില്ല. അത് തന്നെയല്ല, കാശ്മീരിൻ്റെ 22 ജില്ലകൾ നമ്മുടെ ഭാഗത്താണ്. അതിന് ബാക്കി 1-2 ചെറിയ പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ 8, 5, 6 ജില്ലകൾ ആ വടക്കൻ കാശ്മീരിലുണ്ട്. അത് ഇന്ത്യ തീർച്ചയായിട്ടും പിടിച്ചെടുക്കണം. അത് തന്നെ ആസാദ് കാശ്മീറും നമ്മുടെ കൈവശം വാങ്ങി കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു പരിഹാരം ഇതിനകത്താകും. കാരണം കാശ്മീരി ജനങ്ങൾ 22 ജില്ലകളിലും ഉള്ള കാശ്മീർ ജനങ്ങൾ ഇപ്പം ഇന്ത്യൻ പക്ഷത്താണ്. കാരണം ഇന്ത്യയുടെ ഒട്ടു നിന്നെങ്കിൽ മാത്രമേ ഇവിടെ അവരുടെ ജനാധിപത്യ രീതിയിലുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. രണ്ടാമത് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. ടൂറിസ്റ്റുകൾ മുഴുവൻ വരണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം. അങ്ങനെ അവിടെ ഒരു നല്ലൊരു സ്റ്റേറ്റ് കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ, മുസ്ലിം ജനങ്ങൾ ആരും, ഹിന്ദു ജനങ്ങളും മുസ്ലിം ജനങ്ങളും
അവർ ഇതിനോടൊന്നും യോജിക്കില്ല, അവരോട് സഹകരിക്കത്തില്ല. അവർക്ക് എന്ത് ത്രെട്ടും ഉണ്ടായാലും ശരി, അവരെ മരണം മുന്നേ കണ്ടാലും ശരി, അവർ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഓരോരോ പ്രവൃത്തികൾ വളരെ സൂക്ഷിച്ച്, ആസാദ് കാശ്മീരും വടക്ക് കാശ്മീരിലെ 3 പ്രൊവിൻസും നമ്മുടെ പട്ടാളക്കാർ പിടിച്ചെടുത്ത് അവിടെയുള്ള ജനങ്ങൾ നമ്മുടെ കീഴിലാക്കി. അവർക്ക് ഇന്ത്യയോട് ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാകിസ്ഥാൻ്റെ ഈ രീതിയിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങൾ ഭയപ്പെട്ട് കഴിയുന്നു എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് നമ്മൾ സാവധാനം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. സമയമെടുത്താലും കുഴപ്പമില്ല. ഇന്ത്യയുടെ സ്ട്രാറ്റജി പതുക്കെ അവരെ സാമ്പത്തികമായി അവരുടെ ശക്തി ചിറകരിയുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്യുന്നത്. അതേ സമയത്ത് പഹൽഗാമിലുള്ള ടെററിസ്റ്റുകളെ ഇന്ത്യൻ മണ്ണിൽ അല്ലെ കാശ്മീർ മണ്ണിനുള്ളിൽ വെച്ച് തന്നെ അവരെ കണ്ടെത്താനും പിടിച്ചെടുക്കാനും ഉള്ള ശ്രമം നടക്കുകയാണ്. അത് ഇനിയും ചിലപ്പോൾ 1-2 ആഴ്ചയോടെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ജനങ്ങൾ പ്രകോപിതരാകരുതെന്നാണ് ഞാൻ പറയുന്നത്. എടുത്തുചാടി ഒരു തീരുമാനം ഇന്ത്യക്ക് എടുക്കാൻ കഴിയില്ല. നമ്മുടെ സ്റ്റാറ്റസും അന്തസ്സും ഒക്കെ വളരെ വലുതാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. ആ രീതിയിലുള്ളൊരു അക്രമം മാത്രമേ നമുക്ക് നടത്താനൊക്കുള്ളൂ. അതുകൊണ്ട് സമയമെടുക്കും ഇന്ത്യയുടെ പ്രതിരോധം ശക്തികൾ അവിടെ കയറി ആക്രമിക്കാൻ. അത് വളരെ സൂക്ഷിച്ച് വേണം. അവിടുത്തെ ജനങ്ങൾ ഇവിടെ മുഴുവൻ സപ്പോർട്ടറോടി തന്നെയായിരിക്കും. കാരണം ഇന്ത്യയുടെ പ്രവർത്തികൾ വിലയിരുത്തപ്പെടുമ്പോൾ അവരെല്ലാം ഇന്ത്യ ചെയ്ത പ്രവർത്തിക്ക് അവർ ന്യായീകരണം മാത്രം അവർ കാണും. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ കരുതുന്നത്.